ഫലസ്തീന് വേണ്ടി അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് വീണ്ടും ഇറാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ നിലവിലെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അവസ്ഥാ സാഹചര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ലെന്നും അതിക്രൂരമായ രീതിയിലുള്ള വേട്ടയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഗസയിലെ ഫലസ്തീനികൾക്ക് നേരെയും വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്ക് നേരെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് പോലും രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. കാര്യം ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇറാൻ അത് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. മധ്യസ്ഥ വിഷയ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ലെബനാനെയും കൂടി കൂട്ടിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ തലം മാറുന്നു എന്നാണ് മധ്യസ്ഥർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗസ വിഷയം ഇപ്പോൾ പ്രാധാന്യമായി വന്നിരിക്കുന്നു. പാലസ്തീൻ്റെ അകത്ത് നടക്കുന്ന ക്രൂരമായിരിക്കുന്ന വേട്ടകൾ അവസാനിപ്പിക്കുകയും ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഈ ലെബനാൻ്റെ അകത്ത് നടക്കുന്ന സമാനമായിരിക്കുന്ന വേട്ടകൾ അവസാനിപ്പിക്കുകയും വേണം എന്നുള്ളത് മധ്യസ്ഥർ മുഖാന്തരം ഗസ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം, അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സാധ്യമാകണമെങ്കിൽ ഇതും കൂടി പ്രാധാന്യമായിട്ട് എടുക്കണം എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. മുൻപ് പറയപ്പെട്ട കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഗസക്കകത്ത് വെടിനിർത്തലുണ്ടായത്. അതിൽ ഒപ്പിട്ട രാജ്യങ്ങൾ എവിടെ എന്ന ചോദ്യം പ്രസക്തമാണ്. 2 ദിവസം മുമ്പ് ഗസക്കകത്ത് 5 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു. അതിനു മുൻപ് 2, അതിനു മുമ്പ് 3, ആ തരത്തിൽ ഇങ്ങനെ മരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മീഡിയക്കാർ ഇപ്പം നിലവിൽ ഗസയിലില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് പ്രാദേശിക ചാനലുകാരാണ് അല്ലെങ്കിൽ റിപ്പോർട്ടർമാരാണ്. അത് മറ്റുള്ളവർക്ക് ഇവർ നൽകുകയാണ്. അത് ഓൺലൈൻ വഴിയോ മറ്റോ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നു എന്നല്ലാതെ മുൻപത്തെ പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യമായിരിക്കുന്ന പത്രക്കാർ, മീഡിയക്കാർ ഇങ്ങനെ കൂട്ടം കൂടിക്കൊണ്ട് ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ടാക്കി നൽകുന്ന പ്രവർത്തനം ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. എല്ലാ മീഡിയക്കാരും അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇറാൻ്റെ വിഷയമായതുകൊണ്ട് ഗസയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അറിയാതെ പോകുന്നത് നിരാശാജനകമാണ് എന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. കരാർ ലംഘിച്ച് നിരന്തരം ഫലസ്തീനെ ആക്രമിക്കുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് ഫലസ്തീനുകൾ മാറിയിരിക്കുന്നു. കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഗസയിൽ അന്താരാഷ്ട്രീയ മീഡിയക്കാരെ തടയപ്പെടുന്നു, അല്ലെങ്കിൽ അന്താരാഷ്ട്രീയ മീഡിയക്കാരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ വല്ലാത്ത വിവരങ്ങളൊന്നും ഗസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല എന്നതിൻ്റെ പ്രധാന കാര്യം അവിടെ നിന്ന് യുദ്ധം വൈമാറി സഞ്ചരിച്ചുകൊണ്ട് ഇറാനിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഗസയും ഇസ്രായേലും തമ്മിൽ പറയുന്ന സമയത്ത് യുദ്ധങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വർത്തമാന കാലത്ത് നിലനിൽക്കുന്ന വിഷയത്തിലേക്ക് മീഡിയക്കാരും പത്രക്കാരും മാറി നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ എവിടെ എത്തിയിരിക്കുന്നത്, ഇറാനിലെത്തിയിരിക്കുന്നത്. പിന്നീട് വർത്തമാന സംഭവങ്ങളിൽ ഒന്നാണ് ഈ ലെബനാനുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടെ വാർത്താ പ്രാധാന്യത്തോടു കൂടി അവർ ചെയ്യുന്നുണ്ട്. ഗസക്കകത്ത് ഒറ്റപ്പെട്ട ആക്രമണം നടക്കുന്നു, മരണങ്ങൾ നടക്കുന്നു, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു, ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. അതിലൊന്നും ഇടപെടൽ നടത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ UN സഭയുടെ ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട സംഘം തന്നെ ഒരു ഏകോപനത്തോടു കൂടി തന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഒറ്റപ്പെട്ടവരേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും ഇസ്രായേൽ വരുതിയിൽ വെച്ചുകൊണ്ട് എത്തുന്ന ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ കൈവശത്തിൽ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിക്കും. അത് ഹമാസിൻ്റെ കയ്യിൽ പെടാതിരിക്കാനാണെന്ന് അവർ പറയുന്നത്. ഭക്ഷണം, മരുന്ന്, വെള്ളം, ഇതിനൊക്കെ വലിയ ക്ഷാമമുണ്ട്. അവിടേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എത്തുന്ന വെള്ളങ്ങളൊന്നും വേണ്ട വിധം ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുമില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇടയ്ക്കിടയ്ക്കൊക്കെ തകർക്കപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒറ്റപ്പെട്ട വിഷയങ്ങൾ അതും വരുന്നുണ്ട്. അതാരാണ് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. ഇറാൻ ഇപ്പോൾ പറയുന്ന കാര്യം 2025 ഒക്ടോബർ മാസം 13-ാം തീയതി ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ വെച്ചിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ആ വ്യവസ്ഥ പരിശോധിക്കണം. അറേബ്യൻ രാജ്യങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഫലസ്തീന് വേണ്ടിയിട്ട് തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ലെബനാന് വേണ്ടിയിട്ടും ഫലസ്തീന് വേണ്ടിയിട്ടും കൂടിയാണ് തങ്ങൾ യുദ്ധം ചെയ്തത്. തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് മതപരമായും രാഷ്ട്രീയമായും സാമൂഹ്യപരമായും ചെയ്യേണ്ട നിർബന്ധമായിരിക്കുന്ന കടമയാണ്. വരും തലമുറകൾ ചരിത്രത്തിൽ തങ്ങൾ ഫലസ്തീന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇപ്പം ഇതിൽ പങ്കാളിത്തം വരുത്തണം എന്നുകൂടി ഇറാൻ പറയുന്നു. അപ്പോൾ ഈജിപ്ത്, അമേരിക്ക, ഖത്തർ, തുർക്കി ഇവരുടെ 4 രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പറയപ്പെട്ട ഒക്ടോബർ മാസം 13-ാം തീയതി കഴിഞ്ഞ വർഷം ഈജിപ്തിൽ വെച്ചിട്ട് ഈ സമാധാന ഉടമ്പടി കരാർ വ്യവസ്ഥയും ഉണ്ടായത്.
പാലസ്തീന് വേണ്ടിയിട്ട് ഇവരും അതിൽ ഹാജരായിട്ടുണ്ട്, ഹമാസിൻ്റെ ആളുകൾ ഹാജരായിട്ടുണ്ട്, വെസ്റ്റ് ബാങ്കിലെ പ്രതിനിധികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, ചില റിപ്പോർട്ടിനകത്ത് ഇല്ല എന്നും കാണുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ബന്ദികളെ മോചിപ്പിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ബന്ദികളെ മോചിപ്പിക്കുക, ബന്ദികളെ മാത്രമല്ല, മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം ഹമാസ് സൂക്ഷിക്കപ്പെടുന്നുണ്ട്, അതിനെ മോചിപ്പിക്കുക. അതും ആ കരാറിൽ പറഞ്ഞതാണ്. സമാനമായ രീതിയിൽ ഒരു കൃത്യമായിരിക്കുന്ന എണ്ണൽ സംഖ്യ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ അകത്തുള്ള ഫലസ്തീനികളെ, ജയിലിൽ കിടക്കുന്ന ഫലസ്തീനികളെ മോചിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മോചിപ്പിച്ച് അവസാനം എന്തുണ്ടായി, മരണപ്പെട്ട ഒരു ഇസ്രായേലി ബന്ദിയുടെ മൃതദേഹം കിട്ടാതെ വന്നു. ആ മേഖല ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് കൊണ്ട് ബിൽഡിംഗ് തകർന്നു. അപ്പോൾ അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലോ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും അതിൻ്റെ തെരച്ചിലാണ് പിന്നീട് നടന്നത്. ഏകദേശം 10 ദിവസത്തിലധികം തെരഞ്ഞുകൊണ്ട് ആ മൃതദേഹം കണ്ടെത്തി. അവസാനത്തെ മൃതദേഹവും ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് കൈമാറി. അതോടുകൂടി കരാർ വ്യവസ്ഥ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ബന്ദി കൈമാറ്റം പൂർണ്ണമായി. പിന്നീട് അടുത്തത് ആ കരാറിൽ പറയുന്നത് മനുഷ്യാവകാശ സഹായം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, മരുന്ന്, വസ്ത്രം, വെള്ളം, ഇത്രയും കാര്യങ്ങളിൽ സമയബന്ധിതമായി എന്നല്ല, 24 മണിക്കൂറും സഹായിക്കുന്ന തരത്തിൽ ആരാണോ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന സംവിധാനം ചെയ്യുക. അതെല്ലാവരും കൂടി സഹകരിക്കുക. പിന്നീട് ഈ മനുഷ്യാവകാശ സഹായം അത് പറഞ്ഞു. പിന്നെ പുനർനിർമ്മാണം, ഗസ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ രാജ്യം. വളരെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ അത് നടപ്പിലാക്കുക. കാര്യം എന്ന് പറയാൻ, ഗസ അപ്പാടെ തകർന്നിരിക്കുന്നു. കുറഞ്ഞൊരു വീടുകളോ ബിൽഡിങ്ങുകളോ ഒഴിച്ചിട്ട് ഏകദേശം 85% മേലെ തന്നെ എന്ന് പറയാം തകർക്കപ്പെട്ടതാണ്. അപ്പോൾ ഒന്നുമില്ലാത്തൊരു ടെൻറ്റിലാണ് ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം അപ്പാടെ താമസിക്കുന്നത്. വളരെ അപൂർവമായിരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ തകർന്ന ബിൽഡിംഗ് വെച്ചാൽ മേൽഭാഗം തകർന്നിട്ട് അടിഭാഗം തകരാതിരിക്കുന്ന സമയത്ത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പോലും പ്രശ്നമാക്കാതെ അതിൽ താമസിക്കുന്നവരുണ്ട് എന്ന് ചുരുക്കം. പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്. റഫ വാതിലുകൾ തുറക്കുക, ഈജിപ്തിൽ നിന്ന് റഫ വാതിൽ തുറന്നുകൊണ്ട് ഗസയിലേക്ക് പ്രവേശിക്കുന്ന ആ കവാടം അടക്കാൻ പാടില്ല. പക്ഷേ അതിന് വേണ്ട രീതിയിലൊന്നും ആ പ്രവർത്തികൾ ഇസ്രായേൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം, കരാർ വ്യവസ്ഥയിൽ ഓരോരോ കാര്യം കൃത്യവും വ്യക്തമായിട്ട് പറയുകയും ആ കരാർ വ്യവസ്ഥയിൽ പങ്കെടുക്കപ്പെട്ട ഏകദേശം 20-ലധികം രാജ്യങ്ങൾ അതിൽ ഒപ്പിടുകയും ചെയ്തു. ഇറാൻ ചോദിക്കുന്നു, അവരെവിടെ? അവരാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്. ഗസക്കകത്ത് വെടിവെപ്പ് നടന്ന് 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇന്നലെ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് വിധേയമാക്കപ്പെടേണ്ടവരല്ല അവർ ജീവിക്കേണ്ടവരാണ്. അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് നൽകണം എന്ന് പറയുന്നു. ജോർദാൻ, ബഹ്റിൻ, കുവൈറ്റ്, ഫ്രാൻസ്, UK, ജർമ്മനി, ഇന്തോനേഷ്യ പങ്കെടുത്ത രാജ്യങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയനിലെ പ്രതിനിധികൾ, UN-ന്റെ പ്രതിനിധികൾ, ഇവരെല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വിപുലവും വിശാലവും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത്. കരാർ വ്യവസ്ഥ പിറ്റേ ദിവസം തന്നെ ലംഘിക്കപ്പെട്ടു. ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തൽ തുടങ്ങി. ഇസ്രായേൽ ഗസക്കകത്ത് കയറിക്കൊണ്ട് അവരുടെ ബങ്കറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ പരിശോധിക്കൽ തുടങ്ങി. ഏറ്റുമുട്ടലുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. മരണം 300-ലധികം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കരാർ വ്യവസ്ഥ ലംഘിച്ച് 500-ലധികം ആക്രമ കാര്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീനികൾ ഇത്രയേറെ എണ്ണൽ സംഖ്യ കൃത്യമല്ലാത്ത വിധം അവരങ്ങനെ മരിച്ചു. ആദ്യമുള്ള പോലെ തന്നെ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഈ വിമാനം പറന്നുകൊണ്ട് ആക്രമണം നടത്തി ബോംബിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ആ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആകാശ ആക്രമണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും ആളുകൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് എന്ന് ഇറാൻ ചോദിക്കുന്നു. ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങളത് ലംഘിക്കുന്നത് എന്ന് ചോദിക്കുകയും അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പോയി? ഇത്രയും രാജ്യങ്ങൾ പ്രതിസ്ഥാനത്താണ് എന്നുള്ള പരാമർശം പോലും വന്നിട്ടുണ്ട്. നിങ്ങളാണ് അതിന് ആരും സംസാരിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളൊക്കെ അതിലുണ്ട്. UK അതിലുണ്ട്, ജർമ്മനി അതിലുണ്ട്, ഫ്രാൻസ് അതിലുണ്ട്. എന്നിട്ടും മിണ്ടുന്നില്ല. അതിർത്തി പങ്കിടുന്ന ജോർദാൻ അതിലുണ്ട്. പിന്നീട് അറേബ്യൻ രാജ്യങ്ങളായിരിക്കുന്ന ബഹ്റൈനുണ്ട്, കുവൈറ്റ് ഉണ്ട്, പിന്നെ ഇന്തോനേഷ്യ, മറ്റു രാജ്യമായിരിക്കുന്ന ഇന്തോനേഷ്യ ഉണ്ട്. ഇവരൊക്കെ അതിലുള്ളതാണ്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള അമേരിക്ക കഴിഞ്ഞ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളാണ്. അവരത് പങ്കെടുത്തിട്ടുണ്ട്.
ഐക്യരാഷ്ട്രസഭയുടെ UN-ന്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും മിണ്ടാതിരിക്കുന്ന സമയത്തെ വിഷയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇസ്രായേലിനെ പേടിക്കുകയാണോ എന്നൊരു ചോദ്യം ഇറാൻ ചോദിക്കുന്നു. അപ്പോൾ ഫാലസ്തീനുമായിട്ട് അല്ലെങ്കിൽ ഗസയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിക്കുന്ന സമയത്ത് 20-ലധികം രാജ്യത്തിലെ പ്രതിനിധികളാണ് പങ്കെടുത്തിട്ട് ഒരു രാജ്യം പോലും നിങ്ങൾ എന്തിനാണ് കരാർ വ്യവസ്ഥ ലംഘിക്കുന്നത് എന്ന് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുകൂടി ഇറാൻ ഈ വിഷയമായിട്ട് പറഞ്ഞു വെക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.